വളരെ സാധാരണയായി രക്ഷിതാക്കൾക്കുള്ള ഒരു കംപ്ലൈന്റ് ആണ് കുട്ടിക്ക് തീരെ വിശപ്പില്ല, കുട്ടി ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുന്നില്ല എന്നുള്ളത്. എന്താണ് ശരിക്കും വിശപ്പില്ലായ്മ? വിശപ്പില്ലായ്മ എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടോ? എന്താണ് കുട്ടികളിലെ വിശപ്പില്ലായ്മയുടെ പ്രധാനപ്പെട്ട കാരണങ്ങൾ? എങ്ങനെയാണ് വിശപ്പില്ലായ്മയെ രക്ഷിതാക്കൾ എന്ന അർത്ഥത്തിൽ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ കഴിയുക? നമുക്ക് നോക്കാം. വിശപ്പില്ലായ്മയെ പ്രത്യേകിച്ച് 2 മുതൽ ഒരു 6 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളിലെ വിശപ്പില്ലായ്മയെ നമുക്ക് പ്രധാനമായും 2ആയി തരംതിരിക്കാൻ പറ്റും. ഒന്ന് പ്രശ്നമുള്ളത്, മറ്റൊന്ന് കാര്യമായ പ്രശ്നമില്ലാത്തത്. പ്രശ്നമില്ലാത്തത് എന്ന് പറയുമ്പോൾ അത് അവരുടെ സ്വഭാവത്തിന്റെ ഭാഗമായിരിക്കാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, സദാസമയവും TV കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി, പുറത്തോട്ട് അധികം ഇറങ്ങാതെ ഫിസിക്കൽ ആക്ടിവിറ്റികളൊന്നും അധികം ഇടപെടാത്ത ഒരു കുട്ടി, സ്വാഭാവികമായും അങ്ങനത്തെ ഒരു കുട്ടിയുടെ വിശപ്പ് താരതമ്യേന കുറവായിരിക്കും. അതല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ജങ്ക് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി, പ്രധാന മീലുകൾക്കിടയിൽ കണ്ണിൽ കാണുന്ന എല്ലാ ജങ്ക് ഫുഡുകളും കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയുടെ വിശപ്പ് താരതമ്യേന കുറവായിരിക്കും. ഇത്തരം സംഭവങ്ങളിൽ ഇത്തരം കുട്ടികളെ നമുക്ക് അവരുടെ സ്വഭാവത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി തന്നെ നമുക്ക് വളരെ സിമ്പിളായി അത് മറികടക്കാൻ സാധിക്കുന്നതാണ്. വിശപ്പില്ലായ്മ എന്നൊരു അസുഖം ഇല്ല എന്നുള്ളതാണ് സത്യം. വിശപ്പില്ലായ്മ ഒരു പ്രശ്നമായി മാറുന്നത് വിശപ്പില്ലായ്മയുടെ കാരണം എന്താണ് എന്നതിനെ അനുസരിച്ചാണ്. ചില അസുഖങ്ങളുടെ ഭാഗമായി കുട്ടികൾക്ക് വിശപ്പില്ലാതെയാവാം. ഉദാഹരണത്തിന്, സാധാരണ നമ്മൾ കണ്ടുവരുന്ന പനി, വയറിളക്കം, ന്യൂമോണിയ, മഞ്ഞപ്പിത്തം പോലെയുള്ള അസുഖം, ടൈഫോയിഡ് പോലെയുള്ള അസുഖം, ഇങ്ങനെ സാധാരണ നമ്മൾ കണ്ടുവരുന്ന ഏതെങ്കിലും ഒരു അസുഖം കുട്ടിക്കുണ്ടെങ്കിൽ സ്വാഭാവികമായും ആ അസുഖമുള്ള സമയത്ത് കുട്ടികളിലെ വിശപ്പ് താരതമ്യേന കുറവായിരിക്കും. അതല്ലെങ്കിൽ ഹൃദയത്തിന് അസുഖമുള്ളൊരു കുട്ടി, കിഡ്നിക്ക് അസുഖമുള്ളൊരു കുട്ടി, ടൈപ്പ് 1 പ്രമേഹമുള്ള ഒരു കുട്ടി, ഇങ്ങനെ ഏതെങ്കിലും ഗൗരവമുള്ള അസുഖമുള്ള കുട്ടികളിലെയും വിശപ്പ് താരതമ്യേന കുറവായിരിക്കും. അതിൽ പ്രധാനമായും പറയേണ്ട മറ്റൊരു അസുഖമാണ് വിളർച്ച, അനീമിയ എന്നുള്ളത്. വളരെ സാധാരണയായി നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു അസുഖമാണ് അനീമിയ. പ്രധാനമായും നമ്മുടെ ഭക്ഷണത്തിലെ അയണിന്റെ അളവ് കുറയുന്നത് കൊണ്ടാണ് അനീമിയ ഉണ്ടാകുന്നത്. വിളർച്ചയുള്ള കുട്ടികളിൽ വിശപ്പ് വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് ഓരോ 6 മാസം കൂടുമ്പോഴും വിര ഇളക്കാൻ ഉള്ള മരുന്ന് കൊടുക്കണമെന്ന് ഗവൺമെന്റ് പ്രോട്ടോകോളുകൾ പറയുന്നത്. ഈ വിരയുള്ള കുട്ടികള്, വേമുള്ള കുട്ടികള്, ആ കുട്ടികളിലെ അയണിന്റെ ഉൾപ്പെടെയുള്ള ന്യൂട്രിയൻസിന്റെ ആഗിരണം വളരെ കുറവായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് 6 മാസത്തിലൊരിക്കലെങ്കിലും വിര ഇളക്കണമെന്ന് പറയുന്നത്. അങ്ങനെ വ്യത്യസ്ത അസുഖങ്ങളുടെ ഭാഗമായിട്ട് കുട്ടികൾക്ക് വിശപ്പില്ലാതെ ആവുകയാണെങ്കിൽ ആ അസുഖത്തെയാണ് നാം ചികിത്സിക്കേണ്ടത്. എങ്ങനെയാണ് നമ്മൾ വിശപ്പില്ലായ്മ ഉള്ള ഒരു കുട്ടിയെ തിരിച്ചറിയുക എന്നുള്ളതാണ്. പ്രധാനമായും കുട്ടികളുടെ ഈറ്റിംഗ് പാറ്റേൺ, ഭക്ഷണം കഴിക്കുന്ന പാറ്റേൺ നോക്കിയും അവർക്ക് ആവശ്യത്തിന് തൂക്കം വെക്കുന്നുണ്ടോ എന്ന് നോക്കിയുമാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്. ഓരോ കുട്ടിയുടെയും വയസ്സിനനുസരിച്ച്, ഏജിനനുസരിച്ച് കുട്ടിക്കുണ്ടാവേണ്ട ഒരു തൂക്കമുണ്ട്. 2 വയസ്സിൽ ഒരു നിശ്ചിത തൂക്കമുണ്ടാകും, 3 വയസ്സിൽ ഒരു നിശ്ചിത തൂക്കമുണ്ടാകും. ആ തൂക്കത്തിന്റെ 80% കുട്ടിക്കുണ്ടെങ്കിൽ അത് നമുക്ക് നോർമലായി എടുക്കാവുന്നതാണ്. അപ്പൊ ആവശ്യത്തിന് തൂക്കമുള്ള ഒരു കുട്ടിയാണെങ്കിൽ വിശപ്പില്ലായ്മ പറയുന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായി സ്വഭാവത്തിലൊക്കെയുള്ള മാറ്റത്തിരുത്തലുകൾ കൊണ്ട് നമുക്കതിനെ അഡ്രസ് ചെയ്യാൻ പറ്റും. ശരിക്കും 80% എത്രയാണോ വെയിറ്റ് വേണ്ടത് അതിന്റെ 80% താഴെയാണ് തൂക്കമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ എന്തെങ്കിലും ഒരു കാരണം അതിന് പിന്നിലുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇങ്ങനെ ഒരു കുട്ടിയുടെ ശരിക്കും വിശപ്പില്ലായ്മ ഉണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ രക്ഷിതാക്കൾ എന്ന നിലയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ 1-2 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, കുട്ടികൾക്ക് എപ്പോഴും ബാലൻസ്ഡ് ആയിട്ടുള്ള ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായും 6 ഘടകങ്ങൾ ഉണ്ടാകും. കാർബോഹൈഡ്രേറ്റ് അഥവാ അന്നജം ഉണ്ടായിരിക്കണം, പ്രോട്ടീൻ അഥവാ മാംസ്യം ഉണ്ടായിരിക്കണം, ഫാറ്റ് അഥവാ കൊഴുപ്പുണ്ടായിരിക്കണം, മിനറൽസ് ഉണ്ടായിരിക്കണം, വൈറ്റമിൻസ് ഉണ്ടായിരിക്കണം, തീർച്ചയായിട്ടും അതിന്റെ കൂടെ ആവശ്യത്തിന് വെള്ളവും കൊടുക്കണം. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് നമ്മൾ ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ദിനേനയുള്ള ഭക്ഷണ ക്രമത്തിൽ ഈ 6 ഘടകങ്ങളും
അതിന്റെ ആവശ്യത്തിനനുസരിച്ച് ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തലാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഓരോ കുട്ടികൾക്കും ഒരു ഫുഡ് പ്രിഫറൻസ് ഉണ്ടാവുമെന്ന് മനസ്സിലാക്കലാണ്. നമ്മുടെ വീട്ടിലെ ഒരു ഫുഡ് ഭക്ഷണ ശീലം ഉണ്ടാകും, ഭക്ഷണ രീതി ഉണ്ടാകും. എല്ലാ കുട്ടികളും എല്ലാ സമയത്തും അതേ ഭക്ഷണ രീതിയിലേക്ക് വരണമെന്ന് ഒരു നിർബന്ധമില്ല. ഓരോ കുട്ടിക്കും ഒരു ഭക്ഷണ പ്രിഫറൻസ് ഉണ്ടാകും. ആ പ്രിഫറൻസ് താല്പര്യം തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് കുട്ടിയെ ട്രെയിൻ ചെയ്തെടുക്കലാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. മൂന്നാമത്തത്, ഒരു കുട്ടിക്ക് പ്രധാനമായും നാം സാധാരണ പറയൽ 3 മെയിൻ മീല് കൊടുക്കണം. രാവിലെ, ഉച്ചക്ക്, രാത്രി എന്നിങ്ങനെ 3 മെയിൻ മീലുകളും മെയിൻ ഭക്ഷണങ്ങളും അതിനിടയിൽ മിഡ് മീൽ സ്നാക്ക് എന്ന രൂപത്തിൽ 3 സ്നാക്കുകളാണ് കൊടുക്കേണ്ടത്. ഇങ്ങനെ നമ്മൾ മിഡ് മീൽ സ്നാക്ക് നമ്മൾ കൊടുക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് ജങ്ക് ഫുഡ് അല്ല സ്നാക്കായിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. ബേക്കറി ഐറ്റംസ്, ഒരുപാട് കരിച്ചത് പൊരിച്ചത് പോലെയുള്ള ഐറ്റംസ്, ചോക്ലേറ്റ് ഐറ്റംസ്, ഇതൊന്നും അല്ല നമ്മൾ മിഡ് മീൽ സ്നാക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മളെ വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള അടകൾ പോലെയുള്ള അതല്ലെങ്കിൽ സാധാ ഭക്ഷണങ്ങളാണ് നാം മിഡ് മീൽ സ്നാക്ക് എന്ന രൂപത്തിൽ നാം പരിഗണിക്കേണ്ടത്. ഇതിനോട് കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കുട്ടികളുടെ ഫിസിക്കൽ എക്സസൈസ് ആണ്. ഒരു ആവശ്യത്തിൽ എക്സസൈസ് ഉണ്ടെങ്കിൽ മാത്രമേ നാം വിചാരിച്ച പോലെ ഉള്ള ഒരു ആക്ടിവിറ്റി കുട്ടികളിൽ നടക്കുകയും അതനുസരിച്ചുള്ള ഒരു വിശപ്പ് കുട്ടികൾക്ക് ഉണ്ടാവുകയും ചെയ്യുകയുള്ളൂ. ഞാൻ ഈ പറഞ്ഞ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ സാധാരണ രീതിയിൽ കണ്ടുവരുന്ന കുട്ടികളിലെ വിശപ്പില്ലായ്മയെ കൃത്യമായി നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ കഴിയും, മറികടക്കാൻ കഴിയും. എന്നാലും വളരെ ചുരുങ്ങിയ കുട്ടികളിൽ ഒരു അസുഖത്തിന്റെ ഭാഗം എന്നോണം ഇങ്ങനെ വിശപ്പില്ലായ്മ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ തീർച്ചയായും ഒരു പീഡിയാട്രിഷ്യന്റെ സഹായം ഈ വിഷയത്തിൽ നേടി ആവശ്യത്തിനുള്ള ചികിത്സ നടത്തി അതിനെ മറികടക്കേണ്ടതാണ്.